തിരുവനന്തപുരം നഗരമാതാവിന്റെ സ്നേഹലാളനം കൊണ്ട് പൊറുതി മുട്ടുകയാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഇവിടെ ഇവരുടെ അഴിമതിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നേരെ കൊടുക്കുന്ന സ്ത്രീപീഡന കേസാണ്. ഇദ്ദേഹത്തിനും കുടുംബമുണ്ട് മാഡം. എല്ലാവർക്കും നമസ്കാരം. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ലൈംഗിക പീഡനത്തിൽ പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ ഒരു പുതിയൊരു രീതി. പുതിയതല്ല, കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള പീഡനമാണ്. ഇങ്ങനെയൊക്കെ ഇഷ്ടമല്ലാത്ത ആളുകളെ അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ആളുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരൊക്കെ ലൈംഗിക ചേഷ്ട കാണിച്ചു, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു തുടങ്ങിയ പരാതികളുമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ജയിലറകൾ ഇതുപോലുള്ള യുവാക്കളെ കൊണ്ട് നിറയും. നിങ്ങളുടെ പേര് പീഡനമില്ലായിരുന്നു? പീഡന വീരനാണ്, മറ്റൊരു പീഡന വീരൻ. എന്താണ് പേര്? നമസ്കാരം. എൻ്റെ പേര് ദുർഗാദാസ് എന്നാണ്. ഞാനൊരു സാമൂഹിക പ്രവർത്തകനാണ്. അപ്പോൾ നമ്മൾ വിസ്മയ ന്യൂസിൽ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ആദ്യമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റി റോഡ് നിർമ്മിച്ചു എന്ന് പറഞ്ഞ് ഒരു സ്ഥലം മേലാർന്നൂർ ഭാഗത്ത്, എൻ്റെ ആറന്നൂർ വാർഡിലാണ്. ആറന്നൂർ വാർഡിൽ ഈ അഴിമതി പുറത്തു കൊണ്ടുവന്നു. 29 ലക്ഷത്തിൻ്റെ അഴിമതിയാണ് കൊണ്ടുവന്നത്. വിജിലൻസിൽ അതിൽ അന്വേഷണം കൊടുത്തു. കൗൺസിലർക്കെതിരെ നടപടി സ്വീകരിച്ചു. ഇതിന് അന്വേഷണത്തിന് ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട്. ഈ പദ്ധതി ഇത് എങ്ങനെ ചെയ്തു, ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിച്ച് ദിവസവും കോർപ്പറേഷനിൽ കയറി ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം തന്നെ കിള്ളിയാർ ഭാഗത്ത് ഇവർ റോഡ് നിർമ്മിക്കാൻ, നദി കയ്യേറിയിട്ട് ഒരു റോഡ് നിർമ്മിക്കുന്നത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം എനിക്ക് നേരെ വന്നത് അവിടെ 6 ദിവസമായിട്ട് കുടിവെള്ളമില്ലായിരുന്നു. ആറന്നൂർ വാർഡിൽ കുടിവെള്ളമില്ലാതിരുന്നപ്പോൾ അതിനെതിരെ എന്താണ് കാര്യം എന്ന് പറഞ്ഞ് കുടിവെള്ളത്തിനെതിരെ സംസാരിക്കാൻ പോയി നിന്ന് എന്നെ ഈ കൗൺസിലറും മുൻ കൗൺസിലറും ആറന്നൂർ വാർഡ് കൗൺസിലർ, CPM-ന്റെ കൗൺസിലറായ ഞാൻ അവരെ കയറി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇത് ഒരു തുടർക്കഥയാണ്. CPM-നെതിരെ അവരുടെ അഴിമതിക്കെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ അത് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കുന്നത് സ്ത്രീപീഡനം, അവരുടെ വജ്രായുധം. അവരെ സ്ത്രീകളുടെ ഈ മേയർ അന്ന് നേരെ വന്ന് വീട്ടിൽ കണ്ടു, പീഡനത്തിനെതിരെയായി നിനക്ക് എല്ലാ സഹായവും ചെയ്യും, നഗരസഭ കൂടെയാണ്. നഗരസഭയിൽ BJP അണികൾ മുഴുവൻ എതിർത്തു. ഇതൊരു തെറ്റായ നടപടിയാണ്. അന്ന് ശക്തമായിട്ട് ഇവിടെ മേയർ കൊണ്ടുവന്ന പ്രമേയത്തിനെ എതിർത്തു. അപ്പോൾ ഇതൊരു തുടർക്കഥയാണ്. ഇവിടെ ഇവരുടെ അഴിമതിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നേരെ കൊടുക്കുന്ന സ്ത്രീപീഡന കേസാണ്. ഇപ്പം ഞാൻ അതിലും കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ വീണ്ടും പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുടുംബമൊക്കെ ഉണ്ട്. ഇതും കുടുംബമുള്ള ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട്, അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിനും കുടുംബമുണ്ട് മാഡം. ഇദ്ദേഹത്തിനും പീഡന പരമ്പര എന്ന് പറഞ്ഞ് പീഡന പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുന്നിൽ ഇദ്ദേഹം നാറും. പീഡന പരാതിയുടെ പുറത്ത് സമൂഹത്തിന്റെ മുന്നിൽ നാറ്റക്കേസുകളുണ്ടായോ? സമൂഹത്തിന്റെ മുമ്പിൽ ഇവര് മുഴുവൻ ബോർഡുകൾ വെച്ചു. നമ്മുടെ ഞാൻ ഇതിൻ്റെ പാർട്ടിയുടെ ആളാണെന്നുള്ള രീതിയിൽ ഇവർ ബോർഡ് വെച്ചു. വളരെ അപമാനം. അതായത് നമുക്കൊരു കുടുംബമായിട്ട് കഴിയുന്നവരെ അപമാനിക്കുന്ന തരത്തിലാണ്. അവർ ഒന്നുമില്ല, അവർ ചെയ്യാത്ത റോഡ് എവിടെയെന്ന് ചോദിച്ചതിനാണ്. ഒരു റോഡ് മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്ന് എടുത്ത് ചെലവാക്കിയ റോഡ് എവിടെയെന്നൊരു ചോദ്യം ചോദിച്ചതിനാണ്. നമ്മളെ കനാലുകൾ മൂടി, അവിടെ ഒരു ഭാഗം മൊത്തം വെള്ളക്കെട്ടാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടാണ് വരുന്നത്. നമ്മുടെ കിള്ളിയാറിൻ്റെ ഒരു ഭാഗം മൊത്തം റോഡ് നിർമ്മിച്ച് അവർ നദിയെ ഇല്ലാതാക്കി. എന്നിട്ട് അത് ചോദ്യം ചെയ്താൽ ഉടനെ അവരെ പീഡനം. ഇതിൽ നടപടി എന്തെങ്കിലും ഉണ്ടായോ? നിങ്ങൾ എന്തെങ്കിലും പരാതി കൊടുത്തു? അതാണ് ഏറ്റവും വലിയ ഇത്. എന്നെയാണ് ആദ്യം അവർ ഉപദ്രവിച്ചത്. എന്നെ ഉപദ്രവിച്ചതിന് ഞാൻ കരമന പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോൾ പോലീസ് ഇതുവരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. പറയുന്നത് കോടതിയിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ല നമ്മൾ ആൾറെഡി നിങ്ങൾ ഒരു കേസിൽ പ്രതിയാണ്. ഞാൻ ആണ് ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്നെ ആക്രമിച്ചു എന്നാണ് ഞാൻ കേസ് കൊടുത്തത്. ഒരു നന്ദു ഒരു സെക്യൂരിറ്റി, ഇപ്പോൾ ഒരു ദുർഗാദാസ്, ഇങ്ങനെ തിരുവനന്തപുരം നഗരമാതാവിൻ്റെ സ്നേഹലാളനം കൊണ്ട് പൊറുതി മുട്ടുകയാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഒന്ന് പറഞ്ഞ് രണ്ടിന് അവർക്ക് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളെ അധിക്ഷേപിച്ചു, ലൈംഗികമായിട്ട് ചേഷ്ട കാണിച്ചു, പീഡിപ്പിച്ചു തുടങ്ങിയ പരാതികൾ കൊടുത്ത് കോടതിയെയും നിയമവ്യവസ്ഥയെയും പോലും വെല്ലുവിളിക്കുകയാണ് തിരുവനന്തപുരം നഗരമാതാവ്. നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരിയായ ശ്രീമതി ആര്യ രാജേന്ദ്രനും അവരുടെ അധികാര ദുർവിനിയോഗം നടത്തുന്ന ഭർത്താവും മറ്റും ചേർന്നുകൊണ്ട് എന്തായാലും ഇതുപോലുള്ള ചെറുപ്പക്കാർക്ക് നീതി ലഭിക്കാൻ നമ്മുടെ നീതി ദേവത കണ്ണ് തുറന്ന്
ഇവരെയൊക്കെ സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക്